നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കില്ല. ഇന്ത്യയെ ഏറ്റവും കൂടുതൽ കാലം സേവിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും തന്നെയായിരിക്കും. ഒരുപക്ഷെ തുടർച്ചയായി ഇന്ത്യയെ സേവിക്കാൻ കള്ള വഴികളിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ലോക്സഭാ ഇലക്ഷനും അട്ടിമറിച്ച് താൽക്കാലികമായി നിങ്ങൾ ചിലപ്പോൾ നുണകളുടെ ഒരു കൂമ്പാരം കെട്ടിപ്പൊക്കുമായിരിക്കാം. വ്യാജ ബിരുദം പോലെ, വ്യാജ യൂണിവേഴ്സിറ്റി നിർമ്മിക്കുന്നത് പോലെ, വ്യാജ കോടതികൾ ഗുജറാത്തിൽ നിർമ്മിക്കുന്ന പോലെ. പറഞ്ഞു വരുന്നത് നരേന്ദ്രമോദിയുടെ കള്ളക്കളികളാണ്, ചതിക്കുഴികളാണ്. അതിൽ പെട്ടുപോയ സഞ്ജീവ് ഭട്ട് എന്ന ശക്തവും വ്യക്തവുമായി ദൃഢനിശ്ചയത്തോടെ മോദിക്കെതിരെ FIR എഴുതിയ ആ പഴയ IPSകാരൻ്റെ നരകയാതനയ്ക്ക് ഈ ലോകം അതിന് മറുപടി കൊടുത്തിരിക്കും. ഈ ലോകം അതിനുള്ള കൃത്യമായ മറുപടി കൊടുക്കും. കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ പോകില്ല എന്ന് ഉറപ്പിക്കുകയാണ്. അതെ, BJP 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വാലും ചുരുട്ടി അവർ ഓടുന്നത് കൺകുളിർക്കെ കാണേണ്ട അവസ്ഥ വരും. അതിനുള്ള അരക്കില്ല ജനങ്ങൾ പണിയുമെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉണ്ടായ പ്രക്ഷോഭമുണ്ടല്ലോ, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംഘടന, അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരു യുവ നേതാവ്, അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് അദ്ദേഹത്തെ വധിക്കാൻ വരെ പദ്ധതിയിടുന്ന BJPയുടെ ഏജന്റുമാർ എന്ന് തന്നെയാണ് കോൺഗ്രസ് അവരെയൊക്കെ വിശേഷിപ്പിക്കുന്നു. ഞങ്ങളെ സത്യം പറയുമ്പോൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ എന്തുകൊണ്ട് EDയെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും വെച്ച് ഞങ്ങളെ കശാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു? ഭയമാണ്. അധികാരം നഷ്ടപ്പെട്ടു പോയാൽ എന്നേക്കുമായി ഇരുമ്പഴിക്കുള്ളിലേക്ക് കുടുങ്ങുമെന്ന ഭയം. കോൺഗ്രസിലെ നേതാക്കൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർക്ക് ഭയമില്ലല്ലോ. കാലം എത്രയായി പ്രതിപക്ഷത്തിരിക്കാൻ തുടങ്ങിയിട്ട്? ഈ സംഘടനയെ ഉന്മൂലനം ചെയ്യാൻ കഴിയുമോ? ഇല്ല. കാരണം ഇന്ത്യയെ ഡിഫൈൻ ചെയ്യുന്നത് കോൺഗ്രസ്സാണ്. ഇന്ത്യയുടെ ആത്മാവ് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിൻ്റെ പതനവും അവരെ ഒന്നടങ്കം ശവപ്പെട്ടിയിലാക്കാമെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് ദംഷ്ട്രകൾ ഉപയോഗിച്ച് ചിരിക്കുന്നവർക്ക് മറുപടി കൊടുക്കാനുള്ള ഏറ്റവും ഉചിതമായ ഒരു സമയം കൂടി കടന്നു വന്നിരിക്കുന്നു. പറഞ്ഞു വരുന്നത് SIR നടപടികൾ പരിപൂർണമായി റദ്ദു ചെയ്യാനും ഈ രാജ്യത്ത് EVM സംവിധാനം പരിപൂർണമായി നിശ്ചലമാക്കിക്കൊണ്ട് പേപ്പർ ബാലറ്റ് സംവിധാനത്തിലേക്ക് കടക്കാനുമുള്ള നടപടികൾ അത് എല്ലാ പ്രദേശങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ രാജ്യവ്യാപകമായുള്ള സമ്പൂർണ്ണ പ്രതിഷേധം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അഭിജിത്ത് ദീപ്കെയും സംഘവും നടത്തുമ്പോൾ പരിപൂർണമായി കോൺഗ്രസ് അത് ഏറ്റെടുത്തിരിക്കുന്നു.